ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഹൗ ക്യാൻ ഐ കൺട്രോൾ മൈ മൈൻഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരാൾക്ക് ഒരാളുടെ മനസ്സ് നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അയാൾ ഒരുപാട് വിജയിക്കുന്ന ഒരു വ്യക്തിയായി മാറിയേനെ. കാരണം അയാളുടെ മനസ്സ് ചില സമയങ്ങളിൽ നിയന്ത്രണം വിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായാൽ അയാൾക്ക് അയാളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശരിക്കും പരാജയപ്പെട്ടു പോകും. നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്തെങ്കിൽ ഒരു പക്ഷെ ഞാൻ അവിടെ വിജയിച്ചേനെ. നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനം, സന്തോഷം, മനഃശക്തി, ഉത്സാഹം, ആത്മവിശ്വാസം, എവിടൊക്കെയോ നഷ്ടപ്പെട്ടു പോയ ധൈര്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും നമുക്ക് സാധിക്കും. നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തേത്, കാട് കയറി ചിന്തിക്കുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുക, അത് നിർത്തുക. അത് പെട്ടെന്നൊന്നും നിർത്താൻ സാധിക്കില്ല. ഞാൻ പറയുന്ന നിമിഷം നിങ്ങൾക്ക് ചിരി വന്നേക്കാം, ഓ ഇത്രയും പെട്ടെന്നൊന്നും അത് നിർത്താൻ സാധിക്കില്ല. ശരിയാണ്, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പലതും ജോലികൾക്കിടയിൽ, വീട്ടുജോലികൾക്കിടയിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും, കാട് കയറി ചിന്തിക്കും. ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചായിരിക്കാം, ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചതായിരിക്കാം. അങ്ങനെ പലതും നമ്മൾ കാട് കയറി ചിന്തിച്ച് ആകെ വെറുതെ ടെൻഷനാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ആ ചിന്ത തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉണർന്ന്, എന്തിനാണ് ഞാൻ ഇപ്പോൾ അത് ചിന്തിക്കുന്നത്, ഈ ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പം നിർത്തി വെക്കുക, എന്നിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മുഴുകുക. എന്തെങ്കിലും നമ്മൾ കാട് കയറി ചിന്തിക്കുന്നതിന് മുന്നേ, ആ ചിന്തകൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താക്കുക, നമ്മളിലേക്ക് ഈ ചിന്തകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ചിന്തയെ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് തിരിയുക. കുട്ടികളോട് സംസാരിക്കുക, കുറച്ച് നേരം സോഷ്യൽ മീഡിയയിൽ മുഴുകുക. എന്ന് വെച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ അഡിക്റ്റ് ആവരുത്. നമ്മൾ ആ ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി മാത്രം ചില ആക്ടിവിറ്റീസ് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ വിശ്വസിക്കുക? നിങ്ങളെ മക്കളോ, ഭർത്താവോ? അവരാരും നിങ്ങളെ വിശ്വസിക്കാനോ നിങ്ങളെ കംപ്ലീറ്റ് ഉൾക്കൊള്ളാനോ നിൽക്കില്ല. അവരുടേതായ തിരക്കുകളുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക. ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് ആനന്ദം കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. മറ്റൊന്ന്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളിൽ കൺട്രോൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതിൻ്റെ മോശവശങ്ങൾ ചിന്തിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാക്കി മാറ്റുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് പെട്ടെന്നുള്ള ദേഷ്യം വരിക. അപ്പോൾ ഈ പെട്ടെന്ന് എടുത്തുചാടിയുള്ള ഒരു ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങൾ എന്ന് ചിന്തിച്ച് അതിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടെത്തി പഠിച്ച് അത് നിയന്ത്രണാതീതമാക്കുക. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ വിധി എഴുതാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ തന്നെ നമ്മളെ വിധി എഴുതാതിരിക്കുക. ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ, എനിക്ക് അതേ അറിയായിരുന്നു, ഇങ്ങനെ തന്നെയാണ് ഞാൻ. അങ്ങനെ ഒരു തോട്ട്സ് നമ്മളിൽ തന്നെ ഉണ്ടാവാതിരിക്കുക. അത് വിജയിച്ചാലും, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് വിജയിച്ചാലും ഇല്ലെങ്കിലും അതിനൊരു പോസിറ്റീവായിട്ട് കണ്ട് മുന്നേറുക. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് നമ്മൾ കാരണമാണെന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ആ ഒരു പ്രശ്നത്തിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് കരുതുക. അല്ലാതെ സ്വയം എന്നെക്കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. മറ്റൊന്ന്, നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി നമ്മൾ ഒഴിവാക്കുക. നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവരുമായുള്ള കൂട്ടുകെട്ട് മാറ്റി നിർത്തുക. എല്ലാ തെറ്റും നമ്മളിലേക്ക് എത്തിക്കുന്ന ചിലർ ഉണ്ടാകും. അവരിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയുക. നിങ്ങളിലേക്ക് പോസിറ്റീവ് നൽകുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അവരോടുമായി സമയം ചിലവഴിക്കുക. ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ബോധവും ഉണ്ടെങ്കിൽ നമുക്ക് കാട് കയറി ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. ലക്ഷ്യവും ബോധം എന്ന് പറഞ്ഞാൽ ചെറിയ വലിയ വലിയ ലക്ഷ്യങ്ങളും ഗോളുകളും ഒന്നുമല്ല, ചെറിയ ലക്ഷ്യങ്ങൾ. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ വീട്ടുജോലി ഒരു 12 മണിക്കുള്ളിൽ ഞാൻ
തീർക്കും. എന്നിട്ട് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് 12 ശേഷം ഫ്രീ ആയിട്ടിരിക്കും. അതൊരു ഗോളായിട്ട് ഒരു ലക്ഷ്യമായിട്ട് കണ്ട് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് കാട് കയറി ചിന്തിക്കാനുള്ള സമയമുണ്ടാവുക? അങ്ങനത്തെ ഒരു നെഗറ്റീവ് മൈൻഡ് കൊടുക്കാനും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനൊന്നും നമുക്കതിൽ സമയം ഉണ്ടാകില്ല. ഈ 12 ശേഷമുള്ള സമയം നമുക്ക് മറ്റൊരു ലക്ഷ്യമുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ലക്ഷ്യമുണ്ടാവും. ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ റൈറ്റിംഗ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. ആ ഒരു ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, കേക്ക് ഉണ്ടാക്കൽ, ബേക്ക് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. അപ്പോൾ നമ്മൾ അനാവശ്യമായി ചിന്തിക്കുന്നതും നമ്മളെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നതും കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാനും ഒന്നും നമുക്ക് സമയമുണ്ടാകില്ല. നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കുക. വിശ്വസിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമുക്കൊരു മനഃശക്തി കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിലും വിജയിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അപ്രിസിയേറ്റ് ചെയ്യുക. മിററിൽ പോയി നോക്കുക. നമ്മൾ സ്വയം നമ്മളെ എന്താ പറയുക, ഈ ഒരു സംഭവമാണ് എന്നിങ്ങനെ സ്വയം നമ്മളോട് തന്നെ പറയുക. അപ്പോൾ നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകും. സെൽഫ് റെസ്പെക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് തന്നെ ഉണ്ടാകും. ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പായി പോയാൽ, അഥവാ 12 മണിക്ക് നിങ്ങൾക്ക് തീർക്കാൻ വിചാരിച്ച ജോലി 1 മണി ആയപ്പോഴാണ് തീർന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ 1 മണിക്കെങ്കിലും തീർത്തല്ലോ, എനിക്കതിന് കഴിഞ്ഞല്ലോ, ഇനി നാളെ നോക്കിക്കോ ഞാൻ 12 മണിക്ക് തന്നെ തീർക്കും എന്നൊരു വാശി വെക്കുക, ഒരു ഗോൾ വെക്കുക. എന്നിട്ട് നാളെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങൾ മറ്റുള്ള നിങ്ങൾക്ക് ഹാപ്പി നൽകുന്ന കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക.